2520 കോടിയാണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നമ്മുടെ മുമ്പിലുള്ളത്. ഞങ്ങൾ ഒരുപാട് പരിശ്രമം നടത്തി, ആ ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാം. ഇത്രയും ഫണ്ട് AIF-ൻ്റെ കിട്ടും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ചെയ്യാൻ കഴിയാതെ പോകും? കൊടുത്തതിൽ തന്നെ പലതും റിജക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞതല്ല. അപ്പോൾ നല്ലൊരു വയബിളായിട്ടുള്ള പ്രോജക്റ്റുകളില്ല. എത്ര അധ്വാനമായിരിക്കും ഇതുകൊണ്ട് പോകുന്ന ഒരാൾ ഇതിനു വേണ്ടി മുടക്കുക. അവസാനം കിട്ടാതെ പോകുന്നു. 1-2 പ്രാവശ്യമായി കഴിയുമ്പോഴത്തേക്ക് അവരതുകൊണ്ട് തലരും. പിന്നെ എന്ത് AIF എന്ന് പറഞ്ഞിട്ട് നമുക്കിതിങ്ങനെ പോകാം എന്ന തരത്തിൽ നിൽക്കും. അപ്പോൾ നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ മൂല്യവർദ്ധനവും മൂർത്തിവർദ്ധനം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ ഒരു മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളാക്കി നല്ല വരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ കുറേയേറെ ഘടകങ്ങൾ, ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ ലോൺ ഫെസിലിറ്റി. അപ്പോൾ അതിനൊരു DPR ആവശ്യം വരുന്നു. കാരണം മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള കൃഷിയും വേണമല്ലോ. ഇതിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ലിങ്ക് ചെയ്യുന്ന തരത്തിലാണ് വൈഗ എന്ന് പറഞ്ഞാൽ കേവലമായൊരു ഉത്സവാഘോഷം, എക്സിബിഷൻ, അത്തരം കാര്യങ്ങൾ, സെമിനാറുകൾ എന്ന് മാത്രമല്ല, അത് ഇങ്ങനെ കാര്യങ്ങൾ കൂടി പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ DPR ഒരു ക്ലിനിക്ക് എന്ന തരത്തിലേക്ക് ആലോചിച്ചത്. ഇതൊരു തുടർ പരിപാടിയാക്കണം DPR ക്ലിനിക്ക് എന്നുള്ളത്. കൃഷി വകുപ്പിൻ്റെ പരിപാടിക്കകത്ത് വൺസ് ഇൻ എ മന്ത് നമുക്ക് ഒരു DPR ക്ലിനിക്ക് എല്ലാവരും കൂടി ഒക്കുന്ന തരത്തിൽ, ഫുൾ ടൈം നമ്മൾ ഇരുന്നില്ലും, നമ്മളിൽ ഡോക്ടർമാരുടെ സേവനം 10 മണി മുതൽ 2 മണി വരെ അല്ല, ഒരു മാസത്തേക്ക് നമ്മൾ അതുവരെ വരുന്ന അപേക്ഷകളെല്ലാം വെച്ചിട്ട് ഒരു മാസം കിട്ടുന്ന അപേക്ഷ വെച്ചിട്ട് ഒരു അടുത്തിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ഒരു വയബിളാവുന്ന DPR, അത് റെഡിയായി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന മറ്റുള്ള പിന്തുണകൾ, അത് സമയാസമയങ്ങളിൽ അതിൻ്റെ ഒരു പരിശോധന, ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനം. അപ്പോൾ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ അതൊരു ഘടകമാണ്. എങ്ങനെ ഇത് വിപണനം ചെയ്യും? അപ്പോൾ അതിന് ഞങ്ങളിപ്പോൾ ആലോചിച്ചു. വിതിൻ 1 വീക്ക് ഞങ്ങൾ പേരിട്ടു, അതിൻ്റെ ഒരു എംബ്ലം ഉണ്ടാക്കി, കേരൾ അഗ്രോ എന്ന പേരിൽ ഒരു വേണമെങ്കിൽ നമുക്ക് പിന്നീട് അതൊക്കെ ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു കേരള അഗ്രോയ്ക്ക് ഞങ്ങളൊരു ഒരു മോഡൽ, ഒരു എംബ്ലം ഒക്കെ ഉണ്ടാക്കിയിട്ട് കേരൾ അഗ്രോ എന്നുള്ള ബ്രാൻഡ് അക്സെപ്റ്റ് ചെയ്ത് ആ കേരൾ അഗ്രോ പ്രിൻ്റ് ചെയ്ത് ഞങ്ങൾ നോക്കി. കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നത് നാഷണൽ ഇൻ്റർനാഷണൽ മാർക്കറ്റുകളെ ലക്ഷ്യം വെക്കുമ്പോൾ അത്തരം സ്റ്റാൻഡേർഡോട് കൂടിയ പാക്കിങ്ങിൽ നമുക്ക് ഈ സാധനം കൊടുക്കാൻ പറ്റണം. നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ പ്രത്യേകത, ഇവിടെയുള്ള കാലാവസ്ഥ, ഇവിടെ മഴക്കാലത്തിൻ്റെ പ്രത്യേകത, ഇങ്ങനെല്ലാം ഉള്ള ഇടത്ത് ഉണ്ടാവുന്നതാണ് എന്ന് ബ്രാൻഡ് ചെയ്യപ്പെട്ടാൽ നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടാവും. നമസ്കാരം, എൻ്റെ പേര് രാജേഷ് കുമാർ. ഞാൻ SFACയിലെ പ്രോജക്റ്റ് ഡയറക്ടറാണ്. കൂടാതെ വൈഗ 2023 DPR ക്ലിനിക് കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. നമ്മുടെ ലക്ഷ്യം ഈ വൈഗ 2023 50 DPR തയ്യാറാക്കി അതിൻ്റെ യഥാർത്ഥ ആവശ്യക്കാരായിട്ടുള്ള സംരംഭകരുടെ കൈകളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് വൈഗ 2023 വെബ്സൈറ്റിൽ ഇതിനൊരു രജിസ്ട്രേഷൻ നടപ്പിലാക്കുകയുണ്ടായി. DPR ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപ്പിലാക്കുകയും അതിൽ ഏകദേശം 118 പേര് രജിസ്റ്റർ ചെയ്യുകയും ഓൾ കേരള ലെവലിൽ 118 പേര് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 50 പേരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു സ്ക്രീനിങ്, അവരുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് അവരെ വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള അവരുടെ ഭാഗത്തുനിന്ന് വേണ്ട ഡേറ്റാസ്, കൃത്യമായ രീതിയിലുള്ള ഒരു സ്ക്രീനിങ് നടത്തുന്നതിന് വേണ്ട ഒരു ഡേറ്റ കളക്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെ കളക്ട് ചെയ്ത് നമ്മളൊരു 50 എലിജിബിളായിട്ടുള്ള ആൾമോസ്റ്റ് ഡിസർവിങ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ 50 പേരെ നമ്മൾ ഒരു DPR ക്ലിനിക്കിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം.